റേഷൻ വ്യാപാരികളുടെ സമരത്തെ പരിഹസിച്ച് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. റേഷൻ വ്യാപാരികൾ ട്രേഡ് യൂണിയൻ പ്രവർത്തകരല്ലെന്ന് മനസ്സിലാക്കണം. വ്യാപാരികളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അംഗീകരിച്ചു. എല്ലാ കാര്യങ്ങളും പരിഹരിക്കാനായില്ലെന്നും ധനമന്ത്രി പറഞ്ഞു. സ്റ്റീഫൻ MLA ആണ് ഈ പ്രശ്നം ഉന്നയിച്ചതെന്നാണ് ഞാൻ ഓർക്കുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ വകുപ്പ് മന്ത്രി ശ്രീ GR അനിൽ അദ്ദേഹം മറുപടി പറഞ്ഞു. അപ്പോൾ ഒരു അടിയന്തരമായിട്ട് അന്ന് പറയുമ്പോൾ അടുത്ത ദിവസം തന്നെ ഒരു ചർച്ച ധനകാര്യമന്ത്രിയും കൂടി പങ്കെടുക്കാനായിട്ട് ആവശ്യപ്പെടാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ബഡ്ജറ്റിൻ്റെ തയ്യാറെടുപ്പിനിടയ്ക്കായപ്പോലും ഞാനും അല്പസമയം വേറെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. മീറ്റിങ്ങിനിടയിൽ നിന്നിറങ്ങി ആ ചർച്ചയിൽ അല്പസമയം പങ്കെടുത്തിരുന്നു. മന്ത്രി തന്നെ ചില ഉറപ്പുകൾ കൊടുത്തു. അത് അവർ പറഞ്ഞ പല കാര്യങ്ങളിലും പ്രധാനപ്പെട്ട പല കാര്യങ്ങളും അംഗീകരിച്ചെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും അവർ ഇന്നലെ ഇങ്ങനെയാണ് പറഞ്ഞതെന്നാണ് പിന്നീട് മനസ്സിലാക്കിയത്. എന്തായാലും അത് പുനരാലോചിച്ച് ഈ കാര്യങ്ങൾ ജനങ്ങൾക്ക് ഒപ്പം നിൽക്കേണ്ടതാണ്. ഇത് സാധാരണ ഏറ്റവും അത്യാവശ്യമുള്ളൊരു മേഖല എന്ന നിലയിൽ അങ്ങനെ ഞങ്ങൾ അരി കൊടുക്കില്ല, ഭക്ഷ്യസാധനങ്ങൾ കൊടുക്കില്ല എന്ന് പറഞ്ഞ് പണിമുടക്കുക എന്ന് പറഞ്ഞാൽ അത് സാധാരണ ആളുകൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറമാണെന്നുള്ളതാണ് എനിക്ക് വളരെ വിനയത്തോടു കൂടി പറയാനുള്ളത്, അവരോടും കൂടി പറയാനുള്ളത്. അവകാശങ്ങൾ എല്ലാവർക്കും ന്യായമാണ്. ഇപ്പം തന്നെ വിവരങ്ങളുമായി മനോജ് ഒപ്പം ചേരുന്നു. മനോജ്, ഈ പരിഹാസമാണ്, അതായത് ട്രേഡ് യൂണിയൻ പ്രവർത്തകർക്ക് എന്തുമാകാം, റേഷൻ വ്യാപാരികൾക്ക് ട്രേഡ് യൂണിയൻ പ്രവർത്തകരാകാൻ പാടില്ല. റേഷൻ വ്യാപാരികളെ വല്ലാതെ പരിഹസിക്കുകയാണ്, അവരുടെ സമരത്തെ, അവരുടെ ആവശ്യങ്ങളെയൊക്കെ പരിഹസിക്കുകയാണ് മന്ത്രി, അല്ലേ? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. അതായത് ഈ റേഷൻ വ്യാപാരികൾ പുനരാലോചന നടത്തണമെന്നാണ് മന്ത്രി പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ സാധാരണ ആളുകളെ പോലെയല്ല, ട്രേഡ് യൂണിയനെ പോലെ ഇത്തരത്തിലൊരു സമരം അല്ലെങ്കിൽ പണിമുടക്കായി പോകേണ്ടതില്ല എന്നുള്ള കാര്യവും, അതോടൊപ്പം തന്നെ ഈ റേഷൻ വ്യാപാരികൾ ഈ ഒരു കാര്യം പറയുമ്പോൾ തന്നെ ഒരു പരിഹാസ രീതിയിലാണ് ഇത്തരത്തിൽ മന്ത്രി പ്രതികരിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ ഇവരുമായി ചർച്ച ചെയ്തു എന്ന് പറയുന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും പരിഹരിക്കാനായില്ല എന്നുള്ള കാര്യം തന്നെയാണ് മന്ത്രി പറയുന്നത്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ അംഗീകരിച്ചു എന്ന് പറയുമ്പോഴും അതിൽ പല കാര്യങ്ങളും ഈ റേഷൻ വ്യാപാരികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അവരുടെ വേതനമടക്കം ഈ കാര്യങ്ങൾ ചർച്ച വരുമ്പോൾ അവർക്ക് കൃത്യമായിട്ടൊരു പരിഹാരം ഉണ്ടായില്ല എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടി തന്നെയാണ് സമരവുമായി മുന്നോട്ട് പോകുന്നത്. എന്തായാലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അംഗീകരിച്ചു എന്നാണ് മന്ത്രി പറയുന്നത്. ക്ഷേമനിധി പദ്ധതി സഹായം ഉൾപ്പെടെ അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്തരത്തിൽ ഒരു സമരവുമായി അവർ മുന്നോട്ട് പോവുകയാണ് എന്നുള്ള കാര്യം. എന്തായാലും ഈ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. അതിൽ ഈ വ്യാപാരികൾ ഇത്തരം ഒരു സമരത്തിലേക്ക് പോകുന്നതിൽ തന്നെ കൃത്യമായിട്ടുള്ള കാരണങ്ങൾ അവർ വ്യക്തമാക്കുന്നുണ്ട്. ഈ റേഷൻ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടേണ്ട വേതനം, അതിൽ കൃത്യമായും സർക്കാർ, ഈ ധനമന്ത്രി തന്നെ അതിലൊരു പരിഹാരം കണ്ടെത്തണം എന്നുള്ള ആവശ്യമാണ് അവർ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നത്. എന്നാൽ അത്തരം ഒരു ചർച്ച നടത്തിയിട്ട് പോലും അതിൽ പരിഹരിക്കാനായില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ സമരവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഒരു പരിഹാസം അത് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ട്രേഡ് യൂണിയൻ പ്രവർത്തകരല്ലെന്ന ഒരു കാര്യം അത് റേഷൻ വ്യാപാരികൾ മനസ്സിലാക്കണമെന്നുള്ള ഒരു തരത്തിലാണ് പ്രതികരണം. ഇതിൽ തന്നെ റേഷൻ മേഖലയിൽ വലിയ തരത്തിലുള്ള സഹായങ്ങൾ അത് സർക്കാർ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അതിൽ തന്നെ ഈ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാ ഈ ജനങ്ങളിലേക്കും ഈ റേഷൻ എത്തിക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട്. പക്ഷേ അതിനു വേണ്ട സഹായം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്തതാണ് അവർ ഈ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചതെന്ന് മനസ്സിലാക്കാം. എന്തായാലും മന്ത്രിയുടെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. അവരുമായി ചർച്ച നടത്തിയിട്ടും അത്തരത്തിലൊരു അവരുന്നയിച്ച എല്ലാ വിഷയങ്ങളും പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല എന്നത് മന്ത്രി തന്നെ സമ്മതിക്കുന്നുണ്ട്. എന്തായാലും ഈ സമരവുമായി മുന്നോട്ട് പോകുവാനാണ് ഈ റേഷൻ വ്യാപാരികൾ തീരുമാനിച്ചിരിക്കുന്നത്. കടയടച്ചുള്ള ഒരു സമര രീതിയൊക്കെയാണ് റേഷൻ വ്യാപാരികൾ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം വേണമെന്നാണ് ഉയരുന്ന ആവശ്യം. ഇതിൽ തന്നെ ഈ റേഷൻ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഈ ധനമന്ത്രിയുടെ പ്രതികരണം അത് വളരെയധികം അവരെ ഇത്തരത്തിൽ കൂടുതൽ സമരത്തിലേക്ക് നയിക്കുവാനുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് ഇത്തരത്തിലൊരു പണിമുടക്ക് അത് ചർച്ചയ്ക്ക് ശേഷം വീണ്ടും അവർ പണിമുടക്കുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പരിഹാസ രീതിയിലേക്കാണ്
അദ്ദേഹത്തിന്റെ പ്രതികരണം. എന്തായാലും ഇത് സംബന്ധിച്ച് വ്യാപാരികൾ സമരവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിലൊരു പരിഹാരം കാണാൻ സർക്കാരിന് ഇതുവരെ ആയില്ല എന്നുള്ള കാര്യവും ഇതിലൂടെ ഈ പ്രതികരണങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ശരി, റേഷൻ വ്യാപാരികൾ ട്രേഡ് യൂണിയൻ പ്രവർത്തകരല്ലെന്ന് KN ബാലഗോപാൽ ധനമന്ത്രി പറയുന്നു. അവരെ പരിഹസിക്കുകയാണ്, പക്ഷേ സമരവുമായി മുന്നോട്ട് തന്നെയെന്ന് റേഷൻ വ്യാപാരികൾ വ്യക്തമാക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു M. മനോജ്.